നമസ്കാരം. വോട്ടർമാരോട് വിവേചനമില്ല എന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയുടെ മുഴുവൻ ആരോപണങ്ങളെയും തള്ളുകയാണ്. രാഹുൽ പറഞ്ഞതെല്ലാം അസത്യമാണെന്നുകൂടി പറയുന്നു. ഒപ്പം വോട്ടർമാരെ ലക്ഷ്യമിട്ട് രാഷ്ട്രീയം കളിക്കാൻ അനുവദിക്കില്ല എന്നുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയാണ്. പക്ഷേ ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകാൻ രാഹുൽ ഗാന്ധിയും തയ്യാറായില്ല. വരും ദിവസങ്ങളിൽ വലിയ പ്രതിസന്ധിയായിരിക്കും ഇതുണ്ടാക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം രാഹുൽ ഗാന്ധിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ തുടരുക തന്നെ ചെയ്യും. टॉप 10 स्वागतम. आद्യം പ്രധാന വാർത്തകൾ. बहुओं, बेटियों सहित किसी भी मतदाता की सीसीटीवी वीडियो चुनाव आयोग को साझा करनी चाहिए क्या? രാഹുൽ ഗാന്ധിയുടെ കള്ളവോട്ട് ആരോപണം ഭരണഘടനയ്ക്ക് അപമാനമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇരട്ട വോട്ട് സ്വാഭാവികമെന്നും രാഹുൽ പറഞ്ഞത് കള്ളമെന്നും കമ്മീഷൻ. വോട്ടർമാരുടെ ചിത്രം ഉപയോഗിച്ചതിലൂടെ സ്വകാര്യത ലംഘിച്ചുവെന്നും ആരോപണത്തിൽ അന്വേഷണമില്ല എന്നും കമ്മീഷൻ. ഭരണപക്ഷവും പ്രതിപക്ഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരുപോലെയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകിയില്ല എന്ന് കോൺഗ്രസ്. സ്വന്തം ഉത്തരവാദിത്വം നിറവേറ്റാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നുവെന്ന് മല്ലികാർജുൻ ഖർഗെ. ബീഹാറിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ഉയർത്തി രാഹുൽ ഗാന്ധിയുടെ കാൽനടയാത്രയ്ക്ക് സസാറാമിൽ തുടക്കം. ലലു പ്രസാദ് യാദവ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ റാലിയിൽ. ക്രമക്കേട് ആരോപണങ്ങൾ ഉന്നയിച്ചത് വാനരന്മാരെന്ന് പരിഹസിച്ച് സുരേഷ് ഗോപി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചകൾ തൽക്കാലം നിർത്തിവെച്ച് അമേരിക്ക. ഈ മാസം ചർച്ചയ്ക്കായി എത്തില്ലെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ച് US സംഘം. മുടങ്ങിയത് 6ാം ഘട്ട ചർച്ച. CPM PBക്ക് ചെന്നൈ വ്യവസായി നൽകിയ പരാതി ചോർന്നു. ലണ്ടൻ മലയാളി രാജേഷ് കൃഷ്ണ വഴി പാർട്ടി നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് പണമെത്തിയെന്ന പരാതിയാണ് ചോർന്നത്. ചോർത്തിയത് MV ഗോവിന്ദന്റെ മകൻ ശ്യാമെന്ന് പരാതിക്കാരൻ ഷെർഷാദ്. അന്വേഷണം ആവശ്യപ്പെട്ട് MA ബേബിക്ക് പുതിയ പരാതി. സാമ്പത്തിക ഇടപാട് നടന്നത് സർക്കാർ പദ്ധതിയിലെന്നും മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷം. വിഴിഞ്ഞം ഹാർബറിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കാതെ സംസ്ഥാന സർക്കാർ. മന്ത്രി നൽകിയ ഉറപ്പുകൾ പാഴ്വാക്കായി. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യമെങ്കിലും വേണമെന്ന് മത്സ്യത്തൊഴിലാളികൾ. ടോപ്പ് 10 സ്പെഷ്യൽ. കോഴിക്കോട് 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. രോഗബാധ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 3 മാസം പ്രായമായ കുഞ്ഞിനും യുവാവിനും. ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. തീരുമാനം BJP പാർലമെന്ററി പാർട്ടി യോഗത്തിൽ. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം നാളെ. നാമനിർദ്ദേശ പത്രിക നൽകാൻ വ്യാഴാഴ്ച വരെ സമയം. ഡയമണ്ട് ഹാർബർ FCയും ഈസ്റ്റ് ബംഗാൾ FCയും ഡ്യൂറൻ കപ്പ് സെമിയിൽ. ഡയമണ്ട് ഹാർബർ ജംഷഡ്പൂരിനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 2 ഗോളിന്. ഈസ്റ്റ് ബംഗാളിന്റെ ജയൻ മോഹൻ ബഗാനെ 2-1 തകർത്ത്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കനക്കും. 9 ഡാമുകളിൽ റെഡ് അലർട്ട്. വടക്കൻ ജില്ലകളിലെ മലയോര തീരദേശ മേഖലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ബാണാസുര സാഗർ, മൂഴിയാർ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ജമ്മു കശ്മീരിലെ കത്വയിൽ മേഘവിസ്ഫോടനം, 7 മരണം. സ്റ്റോറി ഓഫ് ദി ഡേ. ഇത് അവരുടെയും ലോകം. വോട്ട് മോഷണവും വോട്ടർ പട്ടിക ക്രമക്കേടും ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ. ഭരണഘടനാ സംവിധാനങ്ങളെ അപമാനിക്കുകയാണ് രാഹുലിന്റെ ലക്ഷ്യമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു. സുപ്രീംകോടതി നിർദ്ദേശത്തിന് വിരുദ്ധമായി വോട്ടർമാരുടെ സ്വകാര്യത രാഹുൽ ഗാന്ധി ലംഘിച്ചുവെന്നും കമ്മീഷൻ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വോട്ടർ പട്ടിക ക്രമക്കേടും വോട്ട് മോഷണവും രാഹുൽ ഗാന്ധി ആരോപിക്കുകയാണ്. ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ബീഹാറിൽ നിന്ന് യാത്ര തുടങ്ങിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയുമായി രംഗത്തെത്തിയത്.
കമ്മീഷന് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക മമതയില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു. രാഹുലിന്റെ നടപടിയെ അതിരൂക്ഷമായി വിമർശിച്ച കമ്മീഷൻ 2019 സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമായി വോട്ടർമാരുടെ സ്വകാര്യത രാഹുൽ ലംഘിച്ചുവെന്ന് കുറ്റപ്പെടുത്തി. ഭരണഘടനാ സംവിധാനങ്ങളെ അപമാനിക്കുകയാണ് ആരോപണത്തിന്റെ ലക്ഷ്യമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. हमने कुछ दिन पहले देखा कि कई मतदाताओं की फोटो उनकी अनुमति के बिना मीडिया के समक्ष रखी गई, उनके ऊपर आरोप लगाए गए, उनका इस्तेमाल किया गया. क्या अपनी माताओं, बहुओं, बेटियों सहित किसी भी मतदाता की सीसीटीवी वीडियो चुनाव आयोग को साझा करनी चाहिए क्या? കേരള, കർണാടക, ബീഹാർ തുടങ്ങി എവിടെയായാലും തെറ്റായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ നൽകിയ സമയപരിധിയും കഴിഞ്ഞ് തെരഞ്ഞെടുപ്പും കഴിഞ്ഞാണ് ഇപ്പോൾ ആരോപണങ്ങളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയതെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. जमीनी स्तर पर सभी मतदाता, सभी राजनीतिक दल और सभी बूथ लेवल ऑफिसर्स मिलकर एक पारदर्शी तरीके से कार्य कर रहे हैं, सत्यापित भी कर रहे हैं, हस्ताक्षर भी कर रहे हैं और वीडियो टेस्टिमोनियल्स भी दे रहे हैं. കമ്മീഷന്റെ തോളിൽ തോക്ക് വെച്ച് വോട്ടർമാരെ ലക്ഷ്യമിട്ടതുകൊണ്ടാണ് മറുപടി പറയേണ്ടി വന്നതെന്നും കമ്മീഷൻ പറഞ്ഞു. ഇപ്പോഴത്തെ ആരോപണങ്ങളുടെ അടിസ്ഥാനം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഇരട്ട വോട്ട് ചെയ്തുവെന്ന് പറയുന്നു, എന്നാൽ ചോദിക്കുമ്പോൾ മറുപടിയില്ലെന്നും കമ്മീഷൻ പരിഹസിച്ചു. വ്യാജ ആരോപണങ്ങളെ കമ്മീഷൻ ഭയപ്പെടുന്നില്ലെന്നും വോട്ടർമാരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് നിലകൊള്ളുമെന്നും ജ്ഞാനേഷ് കുമാർ പറഞ്ഞു. ബീഹാറിലെ വോട്ടർമാർ കമ്മീഷനൊപ്പമാണ്, അതുകൊണ്ട് തന്നെ SIRമായി മുന്നോട്ട് പോകുമെന്നും കമ്മീഷൻ കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വോട്ടർ പട്ടിക ക്രമക്കേടിനും പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ബീഹാറിൽ തുടക്കമായി. RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് രാഹുൽ ഗാന്ധിക്ക് പതാക കൈമാറി യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. വോട്ടർ പട്ടികകളിൽ ഉൾപ്പെടെ ക്രമക്കേട് നടത്തിയ BJPയെ വെറുതെ വിടരുതെന്ന് ലാലു പ്രസാദ് യാദവ് പറഞ്ഞു. വോട്ടുമോഷണത്തിന്റെ സത്യാവസ്ഥ മുഴുവൻ പുറത്തു കൊണ്ടുവരുമെന്ന് രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു. വോട്ടുമോഷണമല്ല, വോട്ട് കൊള്ളയാണ് നടന്നതെന്നും ജനാധിപത്യം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും തേജസ്വി യാദവ് വ്യക്തമാക്കി. വോട്ടുമോഷണത്തിനും വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെയുള്ള യാത്രയാണ് ബീഹാറിലെ സംസാറാമിൽ നിന്ന് രാഹുൽ തുടങ്ങിയത്. 20 ജില്ലകളിൽ 50 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര കടന്നുപോകുന്നത്. 16 ദിവസം കൊണ്ട് 1300 കിലോമീറ്ററാണ് യാത്ര കടന്നുപോവുക. രാഹുൽ ഗാന്ധിക്ക് പതാക കൈമാറി RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവാണ് യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ നിയമസഭാ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുമോഷണം നടന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും ഒടുവിലത്തെ ഗൂഢാലോചനയാണ് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണമെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. पूरे हिंदुस्तान में विधानसभा के चुनाव, लोकसभा के चुनाव चोरी किए जा रहे हैं और इनकी आखिरी साजिश ये है कि बिहार में SIR करके नए वोटरों को जोड़कर, वोटरों को काटकर ये बिहार का चुनाव चोरी करें. നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അവകാശവും ഭരണഘടനയും എല്ലാം അപകടത്തിലാകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. ജനാധിപത്യം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് രാജ്യത്ത് നടക്കുന്നതെന്നും ഇന്ത്യാ സഖ്യമുള്ളിടത്തോളം അത് നടക്കില്ലെന്നും RJD നേതാവ് തേജസ്വി യാദവ് പറഞ്ഞു. രാജ്യത്ത് നടന്നത് വോട്ട് മോഷണമല്ല, വോട്ട് കൊള്ളയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. हम लोगों ने सुप्रीम कोर्ट में राघोपुर की जनता, जो विधानसभा से हम चुन करके आते हैं, कई लोगों को मृत्यु पा दिया गया है जो लोग जीवित हैं. ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഇന്ത്യാ സഖ്യത്തിലെ പ്രധാന കക്ഷികളെല്ലാം യാത്രയ്ക്കൊപ്പമുണ്ട്. വോട്ടർ അധികാർ യാത്ര ഈ മാസം 30-നാണ് സമാപിക്കുന്നത്. സെപ്റ്റംബർ 1-ന് പാറ്റ്നയിൽ മെഗാ വോട്ടർ അധികാർ റാലി സംഘടിപ്പിക്കുന്നുണ്ട്. വോട്ടർ പട്ടിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം. വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യാ സഖ്യം വോട്ടർ പട്ടിക ക്രമക്കേട് ഉയർത്തി പ്രതിഷേധം ശക്തമാക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സ്വന്തം ഉത്തരവാദിത്വം നിറവേറ്റാതെ മറ്റുള്ളവരെ കുറ്റം പറയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. തെറ്റുകൾ കണ്ടെത്തുകയും തിരുത്തുകയും ചെയ്യുക എന്നതുള്ളത് കമ്മീഷന്റെ ജോലിയാണ്. അത് മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് പറയുന്നത് തെറ്റാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിട്ടില്ലെന്ന് CPM MP വി ശിവദാസനും പറഞ്ഞു.
आज से जो कह रहे चुनाव आयोग कह रहा है, जो जिस तरीके की बात कह रहा है कि हमें बता देते तो हम समय पे एक्शन लेते। उनका काम है सतर्क रहना। बता देते तो क्या? बता देते क्या? उनका काम यह है छानबीन करना, उनका काम है हत्याओं को ठीक करना। ये काम दूसरों पे अगर बोलते हैं। ബീഹാറിൽ വോട്ടർ പട്ടികയിലെ പൊരുത്തക്കേടുകൾ കൈകാര്യം ചെയ്യുന്നതിലും SIR പ്രക്രിയയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളിൽ അതൃപ്തിയുണ്ടെന്ന് ആവർത്തിച്ചു കോൺഗ്രസ്. ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്നും KC വേണുഗോപാൽ പറഞ്ഞു. തങ്ങളുടെ ആശങ്കകൾ തെരുവിലേക്കും നേരിട്ട് ബീഹാറിലെ ജനങ്ങളിലേക്കും എത്തിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. Bihar is the land of Andolan. Today we are starting a big Andolan to search for truth. Election Commission of India every day criticizing us, but they are not giving clear answer to our questions. വോട്ടാരോപണത്തിൽ ഒടുവിൽ മൗനം വെടിഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആരോപണങ്ങൾ ഉയർന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് സുരേഷ് ഗോപിയുടെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം. ആരോപണങ്ങളിൽ മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും അവരോട് പോയി ചോദിക്കൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ചിങ്ങം 1 തൃശൂരിലെ ശക്തൻ പ്രതിമയിൽ ഹാരമണിയിക്കാനെത്തിയപ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ആരോപണങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയും, താൻ മറുപടി പറയില്ല. മറുപടി പറയേണ്ടത് അവരാണ്. താൻ കേന്ദ്രമന്ത്രിയാണ്. ആ ഉത്തരവാദിത്വം താൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കൂ, അല്ലെങ്കിൽ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് ചോദിച്ചാൽ മതി. ഇവിടെ കുറച്ച് വാനരന്മാർ ആരോപണം ഉന്നയിക്കലുമായി ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ സുപ്രീം കോടതിയിലേക്ക് പോകട്ടെ എന്നുമായിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യത്തിനുള്ള കേന്ദ്രമന്ത്രിയുടെ മറുപടി. നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും. എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല? മറുപടി പറയേണ്ടത് അവരാണ്. ഞാൻ മന്ത്രിയാണ്. ഇപ്പോൾ ആ ഉത്തരവാദിത്വം ഞാൻ പെർഫെക്റ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. മറുപടി പറയേണ്ടവർ ഇന്ന് മറുപടി പറയും. ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി. അതേസമയം സുരേഷ് ഗോപി ആരോപണങ്ങളൊക്കെ മറുപടി പറഞ്ഞത് കണ്ണാടിയിൽ നോക്കിയാണെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. പത്രം വായിക്കുകയോ TV കാണുകയോ ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയില്ലായിരുന്നു. തങ്ങൾ ഉന്നയിച്ചത് ആരോപണമല്ല, സത്യമാണ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടാണ് തങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഇത്ര ദിവസം വാ തുറക്കാത്ത സുരേഷ് ഗോപി വാ തുറന്നത് തൃശൂരിലെ ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലെന്നും ജോസഫ് ടാജറ്റ് കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ MP എന്ന നിലയിൽ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇനിയെങ്കിലും കാര്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ കണ്ണാടിയിൽ നോക്കാതെ, TV-യിൽ വരുന്ന വാർത്തയാണെങ്കിൽ TV-യുടെ മോണിറ്ററോ പത്രങ്ങളിലാണെങ്കിൽ പത്രം വായിച്ചിട്ടോ മറുപടി പറയാൻ ബഹുമാന്യനായ MP തയ്യാറാകണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രമല്ല തൃശ്ശൂരിലെ മുഴുവൻ ജനങ്ങൾക്കും അപമാനമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആരോപണങ്ങൾ ഉയർന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. മാധ്യമപ്രവർത്തകരോട് മാസ് ഡയലോഗുകൾ പറയുന്ന സുരേഷ് ഗോപി തനിക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ മറുപടി പറയാൻ വൈകിയതിൽ പ്രതിഷേധം ശക്തമാണ്. അമൃത ന്യൂസ്, തൃശൂർ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലെ ചർച്ചകൾ നിർത്തി അമേരിക്ക. ചർച്ചകൾക്കായി ഓഗസ്റ്റ് 25 US സംഘം എത്തില്ല എന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ചകളുടെ 6ാം റൗണ്ടിനായുള്ള സന്ദർശനമാണ് അമേരിക്കൻ വ്യാപാര പ്രതിനിധികൾ റദ്ദാക്കിയത്. താൽക്കാലികമായിട്ടാണോ സ്ഥിരമായിട്ടാണോ അമേരിക്കൻ നിലപാടെന്നത് വ്യക്തമല്ല. ഈ മാസം 25 മുതൽ 29 വരെയാണ് ചർച്ചകൾ തീരുമാനിച്ചിരുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരത്തിലെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും നികുതി പുനഃപരിശോധിക്കുന്നതിനായിരുന്നു ചർച്ച. 5 റൗണ്ട് ചർച്ചകൾ ഇതിനകം പൂർത്തിയായിരുന്നു. എന്നാൽ അതിനുശേഷം ഏകപക്ഷീയ നിലപാടെടുത്ത് അമേരിക്ക ഇന്ത്യക്ക് 25% നികുതിയും 25% പിഴയും ഏർപ്പെടുത്തിയതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. വിപണി സാധ്യതകളും നികുതി നിരക്കുകളും സാങ്കേതികവിദ്യ, ഡിജിറ്റൽ, കസ്റ്റംസ്, സാനിറ്ററി തുടങ്ങിയ മേഖലകളിലെ നികുതി തീരുമാനിക്കാനായിരുന്നു ചർച്ചകൾ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ വ്യാപാര ബന്ധം കാര്യക്ഷമമാക്കാനും ചർച്ചകൾ ഉതകുമായിരുന്നു. അതേസമയം കാർഷിക ക്ഷീരവിപണിയിൽ കൂടുതൽ ഇടം വേണമെന്ന US-ന്റെ നിർബന്ധമാണ് കരാറിലെ പ്രധാന തടസ്സം. ചെറുകിട കർഷകരുടെ ഉപജീവന മാർഗത്തെ അടക്കം ബാധിക്കുമെന്നതിനാൽ ഈ മേഖലയിൽ കൂടുതൽ പങ്കാളിത്തം ആവശ്യപ്പെടുന്ന US നിലപാടിനെ ഇന്ത്യ അംഗീകരിക്കുന്നില്ല. കർഷകർക്കും ദേശീയ താൽപര്യങ്ങൾക്കും ദോഷകരമായ ഒരു കരാറും ഇന്ത്യ അംഗീകരിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു.
അമേരിക്ക ആദ്യം ചുമത്തിയ 25% നികുതി വർധനവ് ഓഗസ്റ്റ് 7-നാണ് പ്രാബല്യത്തിൽ വന്നത്. അമേരിക്കൻ താക്കീത് വകവയ്ക്കാതെ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി തുടരുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയതോടെ ട്രംപ് ഭരണകൂടം തീരുവ ഇരട്ടിയാക്കി. ഇന്ത്യയുടെ ഇറക്കുമതികൾ US-ന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും റഷ്യയെ സാമ്പത്തികമായി സഹായിക്കുന്നത് ലക്ഷ്യമിട്ടാണെന്നും അമേരിക്ക ആരോപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. CPM സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കി കത്ത് ചോർച്ചാ വിവാദം. CPM-ലെ മന്ത്രിമാരടക്കം ഉന്നതരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ചെന്നൈ വ്യവസായി പോളിറ്റ് ബ്യൂറോ അംഗത്തിന് അയച്ച കത്ത് ചോർന്നുവെന്നാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ലണ്ടനിലെ വ്യവസായി രാജേഷ് കൃഷ്ണയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലായിരുന്നു കത്ത് നൽകിയിരുന്നത്. എന്നാൽ ആ കത്ത് ഡൽഹി ഹൈക്കോടതിയിൽ മാനനഷ്ട കേസിലെ രേഖയായി എങ്ങനെ മാറി എന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. കത്ത് ചോർന്നതിന് പിന്നിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാമാണെന്ന് പരാതിക്കാരനായ ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് ആരോപിക്കുന്നു. CPM സംസ്ഥാന നേതൃത്വത്തെ ഒന്നടങ്കം പ്രതിരോധത്തിലാക്കുന്ന രേഖകളാണ് കത്തിന്റെ രൂപത്തിൽ പുറത്തായത്. ലണ്ടനിലെ മലയാളി വ്യവസായി രാജേഷ് കൃഷ്ണ കേരളത്തിലും തമിഴ്നാട്ടിലുമായി പല പദ്ധതികളിലും നിക്ഷേപം നടത്തുകയും വിദേശത്തുനിന്ന് പണം വിവിധ അക്കൗണ്ടുകളിലായി CPM-ലെ ഉന്നത നേതാക്കൾക്ക് കൈമാറിയെന്നുമാണ് പ്രധാന ആരോപണം. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ തമിഴ്നാട്ടിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദ് 2021 പോളിറ്റ് ബ്യൂറോ അംഗത്തിന് രേഖകൾ സഹിതം നൽകിയ കത്താണ് ചോർന്നിരിക്കുന്നത്. മധുര പാർട്ടി കോൺഗ്രസിൽ CPM പ്രതിനിധിയായി ലണ്ടനിൽ നിന്ന് രാജേഷ് കൃഷ്ണ എത്തിയപ്പോൾ പരാതി ഉയർന്നതിനെ തുടർന്ന് പങ്കെടുക്കാൻ അനുവദിച്ചിരുന്നില്ല. തുടർന്ന് രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തപ്പോൾ മുൻപ് PBക്ക് ലഭിച്ച പരാതി കൂടി രേഖയായി നൽകുകയുണ്ടായി. ഏറെ നാളുകൾക്ക് മുൻപ് താൻ രഹസ്യമായി PBക്ക് അയച്ച കത്ത് ആരോപണ വിധേയന്റെ കയ്യിൽ എങ്ങനെ കിട്ടിയെന്നും അത് കോടതിയിൽ രേഖയായി മാറിയത് എങ്ങനെയെന്നുമാണ് മുഹമ്മദ് ഷർഷാദ് ചോദിക്കുന്നത്. പോളിറ്റ് ബ്യൂറോയുടെ കയ്യിൽ വശം ഉണ്ടായിരുന്ന സാധനം അന്ന് പാർട്ടി കോൺഗ്രസിൽ നടപടിയെടുത്തതിന്റെ ശേഷം അന്ന് അവിടെ വെച്ച് തന്നെ അത് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് ഫർദർ അന്വേഷണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നാണ് അത് ചോർന്നിരിക്കുന്നത്, അല്ലാതെ പോളിറ്റ് ബ്യൂറോ എന്നല്ല. പോളിറ്റ് ബ്യൂറോ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ അതാത് സംസ്ഥാനത്തിന് അത് കൈമാറും. ബാക്കി തുടരന്വേഷണം ചെയ്യേണ്ടത് ആ സംസ്ഥാന കമ്മിറ്റിയാണ്. അപ്പോൾ അവിടുന്നാണ് കത്ത് കിട്ടിയിരിക്കുന്നത്. കത്ത് കിട്ടിയത് മാത്രമല്ല, കത്ത് കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യമുയർത്തി ജനറൽ സെക്രട്ടറി MA ബേബിക്കും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഷർഷാദ് വീണ്ടും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ കത്ത് ചോർത്തി നൽകിയതിന് പിന്നിൽ MV ഗോവിന്ദന്റെ മകൻ ശ്യാമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഷർഷാദ് ആരോപണം ഉന്നയിക്കുന്നത്. രാജേഷ് കൃഷ്ണയും ശ്യാമും തമ്മിൽ വർഷങ്ങളായി വളരെ അടുത്ത ബന്ധമാണ്. ഈ ബന്ധം ഉപയോഗിച്ച് കത്ത് ചോർന്നതായിരിക്കാമെന്ന ആരോപണം പരാതിക്കാരൻ ഉയർത്തുമ്പോൾ പാർട്ടി സംവിധാനങ്ങൾ പോലും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. മാനനഷ്ട കേസിൽ കത്തിന്റെ പകർപ്പ് ഉൾപ്പെട്ടതിനാൽ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണെങ്കിൽ വിവാദം കൊടുങ്കാറ്റായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുമ്പോൾ തുടർഭരണം ലക്ഷ്യമിടുന്ന പാർട്ടിക്ക് കനത്ത ആഘാതമാണ് ഇപ്പോൾ കത്ത് ചോർത്തൽ വിവാദത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CPM-ലെ കത്ത് വിവാദത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കത്തിലുള്ളത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണെന്നും CPM-ന്റെ ആരും കാണാത്ത മുഖമാണ് പുറത്തു വന്നതെന്നും VD സതീശൻ പറഞ്ഞു. ഈ കത്ത് എന്തുകൊണ്ടാണ് പാർട്ടി മൂടിവെച്ചതെന്ന് വ്യക്തമാക്കണം. കേരളത്തിലെ CPM നേതാക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയെന്നാണ് മനസ്സിലാക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. ഈ ആരോപണ വിധേയനായ വ്യക്തിയുമായി കേരളത്തിലെ CPM നേതാക്കൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ കത്തിൽ വെളിവാകുന്നത്. ഇപ്പം ഈ കത്ത് വെളിപ്പെട്ടത് തന്നെ ഒരു വിവാദമായിരിക്കുകയാണ്. കാരണം ആരോപണ വിധേയനായ ആൾ തന്നെ തനിക്കെതിരായി വ്യവസായി കൊടുത്ത കത്ത് കോടതിയിൽ എന്തിന് രേഖയായി ഹാജരാക്കി? സത്യത്തിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അപകീർത്തി കേസാണ്. മാധ്യമങ്ങൾക്കുൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി അപകീർത്തി കേസാണ് കൊടുത്തിരിക്കുന്നത്. ആ അപകീർത്തി കേസിൽ തനിക്കെതിരായി വന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളുള്ള കത്ത്, പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത കത്ത്, എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്? വിദേശത്ത് നിന്നടക്കം CPM നേതാക്കൾക്ക് കോടികൾ നൽകിയ വിവരങ്ങൾ പുറത്തു വന്നിട്ടും CPM വിശദീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം വേണം. CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകനെതിരെ വ്യവസായ പങ്കാളിയാണ് ആരോപണം ഉന്നയിച്ചത്. വിശദീകരിക്കാൻ CPM തയ്യാറാകണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വൻതോതിൽ പണം വിദേശത്ത് നിന്ന് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ട് രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുവരിക, അത് അന്യ സംസ്ഥാനങ്ങളിലെ കടലാസ് കമ്പനികളിൽ കൂടി വെളുപ്പിച്ച് ചെറിയ തുകകളാക്കി CPM നേതാക്കൾക്കും മന്ത്രിമാർക്കും നൽകുക ചെറിയ കാര്യമല്ലേ ഇത്? അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ വിശദീകരണം ജനങ്ങൾക്ക് മുമ്പിൽ നൽകാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്.
തിരുവനന്തപുരം വിഴിഞ്ഞം ഹാർബറിലെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോലും കഴിയാതെ സംസ്ഥാന സർക്കാർ. കഴിഞ്ഞ മാസം ഇവിടെ എത്തിയ മന്ത്രി നൽകിയ ഉറപ്പ് പോലും ജലരേഖയായി മത്സ്യത്തൊഴിലാളികൾ പറയുകയാണ്. അങ്ങനെ പ്രാഥമിക കാര്യങ്ങളായി കുടിവെള്ളവും ശൗചാലയവുമെങ്കിലും നിർമ്മിച്ച് നൽകണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന ആവശ്യം. ടോപ് 10 സ്പെഷ്യൽ കാണാം. അഞ്ചുതെങ്ങ് മുതൽ കന്യാകുമാരി വരെയുള്ള ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് തിരുവനന്തപുരം വിഴിഞ്ഞം ഹാർബറിനെ മത്സ്യബന്ധനത്തിനും വിൽപ്പനയ്ക്കുമായി ആശ്രയിക്കുന്നത്. ദിനവും 1500-ലധികം വള്ളങ്ങളാണ് മത്സ്യബന്ധനത്തിന് ശേഷം ഹാർബറിലെത്തുന്നത്. കൂടാതെ 100 കണക്കിന് ആളുകളും ദിനവും ഹാർബറിലേക്ക് എത്തും. ഇവർക്കാവശ്യമായ കുടിവെള്ളമോ ശൗചാലയ സൗകര്യങ്ങളോ ഒരുക്കാൻ ഫിഷറീസ് വകുപ്പിനും തുറമുഖ വകുപ്പിനും ഇനിയും കഴിഞ്ഞിട്ടില്ല. മാറി മാറി വന്ന സർക്കാരുകളോടുള്ള തങ്ങളുടെ അഭ്യർത്ഥനകൾക്ക് ഹാർബറിന്റെ അത്രത്തോളം പഴക്കമുണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇത്രയും വലിയ ക്രയവിക്രയം ചെയ്യുന്ന ഈ ഏരിയയിൽ ഇതൊരു പ്രശ്നമാണ്. പ്രധാനമായി ഒരു കുടിവെള്ളം വേണമെങ്കിൽ പോലും ഇവിടെ നിന്ന് ഓടണം. കാര്യം നമ്മളുടെ വീടുകളിലെങ്കിലും പോകുമെന്ന് പറയാം. ഈ പുറത്തുനിന്നായിരുന്നാലും, അതായത് വേറെ ഹാർബറിൽ കയറാൻ പറ്റാതെ ഇതേ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലുള്ളവർ തന്നെയാണ് ഇവിടെ എല്ലാ ഇടവകളെ ആൾക്കാർ ആശ്രയിച്ച് വിഴിഞ്ഞത്ത് കയറുന്നു. അവർക്കിവിടെ ഒരു കുടിവെള്ളമോ ഒരു ബാത്റൂം സൗകര്യമോ അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല നിലവിൽ. അത് വലിയ പോരായ്മ തന്നെയാണ്. വെയിറ്റിംഗ് ഷെഡുകൾ ഇവിടെ വേണം. ഇതൊക്കെ ഇവിടെ അത്യാവശ്യമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ്. കൃത്യമായ ഡ്രഡ്ജിങ്ങിലൂടെ തീരത്തിന്റെ വികസനം, ശുദ്ധമായ കുടിവെള്ളം, മത്സ്യത്തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ ഷെഡ്, പിടിച്ചെടുക്കുന്ന മത്സ്യങ്ങൾ വിറ്റഴിക്കാൻ മാർക്കറ്റ്, മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ ഷെഡുകൾ എന്നിങ്ങനെ തങ്ങളുടെ ആവശ്യങ്ങൾ അന്നും ഇന്നും ഒന്നാണെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പക്ഷം. കടൽക്ഷോഭവും അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ഓടിയെത്തുന്ന മന്ത്രിമാരും ജനപ്രതിനിധികളും പാഴ്വാഗ്ദാനങ്ങൾ നൽകി മടങ്ങിപ്പോവുകയാണ് പതിവ്. കേരളത്തിന്റെ സൈന്യമെന്ന് വിശേഷിപ്പിച്ച തങ്ങളെ ഓരോ സർക്കാരുകളും ഈ രീതിയിലാണ് പരിഗണിക്കുന്നതെന്നും മത്സ്യത്തൊഴിലാളികൾ കുറ്റപ്പെടുത്തുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം മുതൽ പറഞ്ഞു തുടങ്ങിയ ഹാർബർ നവീകരണം തുറമുഖം തുറന്നിട്ടും എങ്ങും എത്തിയിട്ടില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. സർക്കാരുകൾ പാഴ്വാക്കുകൾ തുടരുമ്പോഴും അതിലും പ്രതീക്ഷയർപ്പിക്കുകയാണ് കടലിന്റെ മക്കൾ. ഒരു ട്രോളിംഗ് കാലം കൂടി അവസാനിക്കുമ്പോഴും അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിൽ വീർപ്പുമുട്ടുകയാണ് വിഴിഞ്ഞം ഹാർബർ. സർക്കാർ കനിയണം എന്ന് മാത്രമാണ് ഇവർ വീണ്ടും ആവർത്തിക്കുന്നത്. ക്യാമറമാൻ സുരേഷിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രാഥമിക സൗകര്യം പോലും ഒരുക്കാത്ത സർക്കാർ നിലപാടിൽ കടുത്ത പ്രതിഷേധമാണ് മത്സ്യത്തൊഴിലാളികൾക്കുള്ളത്. ചില പ്രതികരണങ്ങൾ കേൾക്കാം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സീസൺ ടൈമാണ്. സീസൺ ടൈം പുറത്തുള്ള വള്ളങ്ങളൊക്കെ ഇവിടെ പിടിക്കുന്നുണ്ട്. ആ പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കറിയാലോ ഇത്ര സൗകര്യമേ ഉള്ളൂ. ഈ സൗകര്യത്തിൽ നിന്നിട്ട് ഞങ്ങൾക്ക് ഈ വള്ളങ്ങൾ പിടിക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ വലകൾ വയ്ക്കാനുള്ള സൗകര്യമില്ല. ഒന്ന് മഴ നനഞ്ഞാൽ കയറി നിൽക്കാനുള്ള സൗകര്യമില്ല. അങ്ങനെയുള്ള ഭയങ്കര ബുദ്ധിമുട്ട് നമ്മളെ വിഴിഞ്ഞത്ത് ഉണ്ട്. പക്ഷേ ഈ കാലാകാലങ്ങളിൽ എത്ര ഞങ്ങൾ പറഞ്ഞാലും ഇവിടുത്തെ മന്ത്രിസഭയോ നേതാക്കളോ ആരും കേൾക്കുന്നില്ല. സഹാക്കൾ ആരും കേൾക്കുന്നില്ല. ഇതാണ് ഇവിടെ കാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി പരിഹാരം കാണുമെന്ന് ഞങ്ങൾ പിന്നെ വർഷങ്ങളോളം പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു തീരുമാനം അവർ എടുക്കുന്നില്ല. അവർ കേൾക്കുന്നു, ചെയ്യാന്ന് പറയുന്നില്ല, ഒന്നും ചെയ്തു തരുന്നില്ല. ഞങ്ങൾ അഞ്ചുതെങ്ങ് മുതൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള വള്ളങ്ങൾ വരെ ആശ്രയിക്കുന്ന ഏക ഹാർബർ വിഴിഞ്ഞ ഹാർബറാണ്. ഹാർബറിൽ കൊള്ളാവുന്നതിനാൽ കൂടുതൽ കപ്പാസിറ്റിയാണ് ഇപ്പോൾ ഈ നാട്ടുകാർ ഇവിടെ ഉൾക്കൊള്ളുന്നത്. 5-6 ചെറിയ ഷെഡുകൾ ഇത്തിരി ശകലം മുകളിലുണ്ട്. അതുമാത്രമേ ഉള്ളൂ. അടിസ്ഥാന സൗകര്യമായ ബാത്റൂം പോലും ഇവിടെ ഇല്ല. നിലവിൽ കുടിവെള്ളം പോലും ഇല്ല. ടോയ്ലറ്റ് കടലിലാണ് പോണത്. അത് ഇവിടെ അല്ലേ എടുക്കണം. ഇവിടെ എല്ലായിടത്തും ഇല്ലാത്തതുകൊണ്ട് തന്നെ പറയണം. ഇവിടെ എല്ലായിടത്തും വെക്കില്ല. ഇടമല്ലി കിടക്കണം. തരുമെന്ന് പറഞ്ഞു കൊണ്ടുവയ്ക്കണില്ല. എല്ലാവരും പറയണു വരുമ്പോൾ അതെല്ലാം ഉണ്ടാക്കാം. ഒരു മാസം 2000 രൂപ ഒരു കുടമാസം ഒരു കാറ്റടിക്കുക അതങ്ങ് പോകും. പാവപ്പെട്ട ഞങ്ങൾ എന്ത് ചെയ്യും? അവിടെ ഷീറ്റിട്ട് ഞങ്ങൾക്ക് ഷീറ്റിട്ട് തരണില്ല. ആ സൈഡ് അവിടെ ആരൊക്കെ വന്ന് അവർക്ക് ഇട്ട് കൊടുത്തു. ഇപ്പം നമ്മൾ പറഞ്ഞാൽ പോലും അവർ നമുക്ക് ഷീറ്റ് തരുന്നില്ല. നാട്ടിലുള്ള വള്ളങ്ങൾ തന്നെ, വിഴിഞ്ഞത്തുള്ള വള്ളം തന്നെ 1500-ലും കൂടുതലുണ്ട്. അപ്പോൾ ഇത്രയും ചെറിയൊരു കടപ്പുറത്ത് ഈ 1500-ൻ്റെ പ്ലസ് പുറത്തുനിന്ന് വരുന്നത്. ഇത്രയും വള്ളങ്ങൾ കൊണ്ട് പിടിക്കാനുള്ള സൗകര്യമില്ല. തീരം തരുമെന്ന് പറഞ്ഞു. നമ്മുടെ കഴിഞ്ഞ 1.5 മാസത്തിന് മുമ്പ് ഇവിടെ ഒരു കടൽക്ഷോഭം ഉണ്ടായി. 3 ആൾക്കാർ മരിക്കുകയുണ്ടായി. അന്ന് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാർ ഇവിടെ വന്ന് സംസാരിക്കുകയുണ്ടായി. നമുക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അന്ന് തന്നെ ചെയ്തു തരാം. കമ്മിറ്റിയിൽ വിളിച്ചു പറയുകയും അതിൻ്റെ ആവശ്യം എന്താണെന്ന് അവതരിപ്പിച്ച് നമുക്ക് സാധിച്ചു തരാമെന്ന് പറഞ്ഞു. രജിത് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രജിത്, മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ വളരെ പ്രധാനമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളത് ഏതൊരു സർക്കാരും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനെ കാത്തിരിപ്പ് അനന്തമായി നീളുമ്പോൾ ശക്തമായ ഒരു പ്രതിഷേധം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ? എന്താണ് ഇവർ ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഇനി ചെയ്യാൻ പോകുന്നത്?
2500-ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികളാണ് വിഴിഞ്ഞത്ത് ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർ പലപ്പോഴായി സർക്കാരിന് മുന്നിൽ ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു മാസം മുമ്പ് വരെ ഇവർ ഈ പ്രശ്നം കഴിഞ്ഞ ഒരു മാസം മുമ്പ് അവിടെ അപകടം നടന്ന സമയത്ത് പോലും മന്ത്രി വി ശിവൻകുട്ടി അവിടെ എത്തി ഇവരുടെ പ്രശ്നങ്ങൾ ഏതാനും മാസങ്ങൾക്കകം പരിഹരിക്കാം എന്ന രീതിയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനൊന്നും ഒരു മാറ്റമുണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനുള്ള സൗകര്യമില്ല എന്നാണ് ഇവർ പറയുന്നത്. കുടിവെള്ളവും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യവുമാണ് ഏറ്റവും പ്രധാനമായും ഹാർബറിൽ ഒരുക്കി നൽകേണ്ടതെന്നും ഇവർ പറയുന്നു. മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തീരത്തിൻ്റെ ശോഷണം, തീരം തീർത്തുമില്ലാത്ത സാഹചര്യത്തിൽ ഇത്രത്തോളം വള്ളങ്ങൾ എല്ലാ ദിവസവും തന്നെ ചെറിയ വള്ളങ്ങളിൽ മീൻപിടുത്തം നടക്കുന്ന അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ മീൻപിടുത്തത്തിന് പോവുകയും തിരികെ വരികയും ചെയ്യുന്ന ഒരു ഹാർബറാണ് വിഴിഞ്ഞം ഹാർബർ. അത്തരത്തിലൊരു പരിഗണന വിഴിഞ്ഞം ഹാർബറിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. 5 തെങ്ങ് മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗത്തു നിന്നുള്ള 2500-ഓളം മത്സ്യത്തൊഴിലാളികൾ ദിനവും ഇവിടേക്ക് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ എത്തുന്ന മറ്റ് ആളുകളുണ്ട്. ഇവർക്ക് ആർക്കും ആവശ്യമായ അടിസ്ഥാന സൗകര്യമില്ല. ഇത് പലപ്പോഴായി മാധ്യമങ്ങൾ തുറന്നു കാണിച്ചിട്ടുള്ളതാണ്. അമൃത TV പോലും പലപ്പോഴും ഈ കാര്യം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അതിനൊരു വ്യത്യാസം ഇതുവരെയും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ മാസം എത്തിയ മന്ത്രി അല്ലെങ്കിൽ 2 മാസങ്ങൾക്ക് മുമ്പ് എത്തിയ മന്ത്രി 2 മാസത്തിനുള്ളിൽ ഒരു ശാശ്വത പരിഹാരം അല്ലെങ്കിൽ പോലും ഒരു പരിഹാരം ഉണ്ടാക്കിത്തരാം എന്ന് ഇവർക്ക് ഉറപ്പ് നൽകിയിരുന്നത്. ആ ഉറപ്പ് പോലും പാലിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇവർ പറയുന്നത്. ഫിഷറീസ് വകുപ്പും അതുപോലെ തന്നെ തുറമുഖ വകുപ്പും ഇക്കാര്യത്തിൽ ഒരു നിസ്സംഗത മനോഭാവം സ്വീകരിക്കുകയാണ്. തങ്ങൾ ഈ സംസ്ഥാനത്തിൻ്റെ പട്ടാളമാണ് എന്നൊക്കെ പറയുമ്പോഴും തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്ക് ശരി, ശക്തമായ പ്രതിഷേധം മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് രജിത്ത് പറയുന്നത്. ശരിക്കും അവരുടെ ആവശ്യം വളരെ പ്രധാനമാണ്. അത് നടത്തിക്കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. സർക്കാർ അത് ചെയ്യും എന്ന് തന്നെ ടോപ് 10 പ്രതീക്ഷിക്കുകയാണ്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കോഴിക്കോട് 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞിനും യുവാവിനുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇരുവരുടെയും വീടുകളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ജലത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു. അതേസമയം കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പനി ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമുള്ള കുഞ്ഞിനും അന്നശ്ശേരി സ്വദേശിയായ യുവാവിനുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ സ്രവ പരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ഇതോടെ ഇരുവരുടെയും വീടുകളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ജലത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു. കുഞ്ഞിന് രോഗം ബാധിച്ചത് എങ്ങനെയെന്ന് കണ്ടെത്താനുള്ള പരിശോധന നടത്തും. അതേസമയം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 4ാം ക്ലാസ്സുകാരി അനയ മരിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടി നീന്തൽ പരിശീലിച്ച കുളത്തിൽ ഉൾപ്പെടെ ആരും ഇറങ്ങരുതെന്നാണ് നിർദ്ദേശം. അനയ പഠിച്ചിരുന്ന കോരങ്ങാട് LP സ്കൂളിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി ആരോഗ്യവകുപ്പ് ബോധവൽക്കരണ ക്ലാസും നടത്തും. മരിച്ച കുട്ടിയുടെ സഹോദരങ്ങളുടെ സ്രവ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് 4ാം ക്ലാസ്സുകാരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. അമൃത ന്യൂസ്, കോഴിക്കോട്. സസ്പെൻസുകൾക്ക് വിരാമം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായുള്ള NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. ഡൽഹിയിൽ ചേർന്ന BJP പാർലമെന്ററി ബോർഡ് യോഗമാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഇന്ത്യ സഖ്യ നേതാക്കളുടെ യോഗം നാളെ ചേരും. BJP കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ ചേർന്ന പാർലമെന്റ് ബോർഡ് യോഗമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയാണ് CP രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരം ഒഴിവാക്കാൻ പ്രതിപക്ഷത്തിന്റെ പിന്തുണ BJP തേടുന്നുണ്ട്. മുതിർന്ന നേതാക്കളുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തുമെന്ന് നദ്ദ അറിയിച്ചു. हमारे महाराष्ट्र के राज्यपाल श्री CP राधाकृष्णन जी, चंद्रपुरम पुन्नास्वामी राधाकृष्णन जी, उनको हम NDA का प्रत्याशी बनाएंगे और वो NDA के प्रत्याशी के रूप में रहेंगे. നിരവധി പേരുകൾ പരിഗണിച്ചുവെങ്കിലും RSS നിലപാട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഫലിച്ചു. BJP തമിഴ്നാട് ഘടകം അധ്യക്ഷനായിരുന്ന ചന്ദ്രപുരം പുന്നുസ്വാമി രാധാകൃഷ്ണൻ എന്ന CP രാധാകൃഷ്ണൻ RSSലൂടെയാണ് സംഘടനാ രംഗത്തേക്ക് എത്തിയത്. കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 2 തവണ പാർലമെന്റിലേക്ക് എത്തിയ CP രാധാകൃഷ്ണൻ 2024 ജൂലൈയിലാണ് മഹാരാഷ്ട്ര ഗവർണറായി ചുമതല ഏറ്റെടുത്തത്. മുൻപ് ജാർഖണ്ഡ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളുടെയും ഗവർണർ പദവി വഹിച്ചിട്ടുണ്ട്. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായും
സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള യോഗം നാളെ ചേരും. ഇന്ത്യ സഖ്യത്തിന്റെ പാർലമെന്റിലെ നേതാക്കൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കും. സെപ്റ്റംബർ 9-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ സെമിയിലേക്ക് മുന്നേറി ഈസ്റ്റ് ബംഗാൾ എഫ്സിയും ഡയമണ്ട് ഹാർബർ എഫ്സിയും. മോഹൻ ബഗാനെ തകർത്താണ് ഈസ്റ്റ് ബംഗാൾ സെമിയിലേക്ക് എത്തിയത്. 2-1 ബഗാനെ തകർത്താണ് ഈസ്റ്റ് ബംഗാളിന്റെ ജയം. ഡയമണ്ട് ഹാർബർ എഫ്സിയും ജംഷഡ്പൂർ എഫ്സിയും തമ്മിലുള്ള മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളിനാണ് ഡയമണ്ട് ഹാർബർ എഫ്സിയുടെ ജയം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഷില്ലോങ് ലഡോങ്ങും നേരത്തെ സെമിയിലെത്തിയിരുന്നു. ഓഗസ്റ്റ് 19-നും 20-നുമാണ് സെമി ഫൈനൽ. 23-ന് സോൾട്ട് ലേക്കിൽ ഫൈനൽ നടക്കും. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന് മുന്നോടിയായി അദാനി ട്രിവാൻഡ്രം റോയൽസ് ജേഴ്സി പുറത്തിറക്കി. 2 കളറിലുള്ള ജേഴ്സിയാണ് ടീം ഈ സീസണിൽ ഉപയോഗിക്കുന്നത്. പച്ച, പിങ്ക് കളറിലുള്ളതാണ് ജേഴ്സി. 2 നിറങ്ങളിലുള്ള ജേഴ്സി ഉപയോഗിക്കുന്ന ടൂർണമെന്റിലെ ഏക ടീമും അദാനി ട്രിവാൻഡ്രം റോയൽസ് ആണ്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ടീം ഉടമ പ്രിയദർശൻ പങ്കെടുത്തു. ടീമിന്റെ സ്പോൺസർമാർ താരങ്ങൾക്ക് ജേഴ്സി നൽകി. ഇത്തവണ കപ്പ് നേടുകയാണ് ലക്ഷ്യമെന്ന് പ്രിയദർശൻ പറഞ്ഞു. KPL, where we are putting our contribution as the team of the capital of Kerala, and we are trying our best to encourage all the hidden talents and real talents as much as we can. That's the whole idea of us as Adani Trivandrum Royals. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 9 ഡാമുകളിൽ റെഡ് അലർട്ടാണ്. വടക്കൻ ജില്ലകളിലെ മലയോര തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശക്തമായ മഴയെ തുടർന്ന് കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നുണ്ട്. തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഷട്ടർ 20 സെന്റിമീറ്റർ കൂടി ഉയർത്തി. കരമാൻതോട്, പനമരം പുഴയോരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകളും തുറന്നു. 1ഉം 3ഉം ഷട്ടറുകൾ 20 സെന്റിമീറ്ററും 2ാമത്തെ ഷട്ടർ 50 സെന്റിമീറ്ററും ഉയർത്തിയാണ് ജലം പുറത്തേക്ക് ഒഴുക്കിയത്. ആങ്ങമൂഴി, സീതാത്തോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നദിയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. മൂഴിയാർ ഡാം മുതൽ കക്കാട് പവർ ഹൗസ് വരെയുള്ള ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ചാലക്കുടി പുഴയുടെ ജലനിരപ്പ് ഉയരുന്നതിനാൽ പാറക്കടവ്, കുന്നുകര, പുത്തൻവേലിക്കര, ചേന്നമംഗലം പ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇടുക്കിയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള രാത്രികാല യാത്ര നിരോധിച്ചു. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളോട് പ്രത്യേക ജാഗ്രത പുലർത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലേർട്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണെന്ന് കളക്ടർ അറിയിച്ചു. എന്നാൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കില്ല. സ്കൂൾ തലത്തിലുള്ള പരീക്ഷകൾക്ക് അവധി ബാധകമാണ്. നാളെ നടക്കേണ്ട ഓണപരീക്ഷയുടെ തീയതി പിന്നീട് അറിയിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച മറ്റു പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാകില്ല. ജമ്മു കശ്മീരിലെ കത്വയിലെ മേഘവിസ്ഫോടനങ്ങളിലും മണ്ണിടിച്ചിലും 7 പേർ മരിച്ചു, 5 പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെയാണ് കത്വയിൽ 2 ഇടങ്ങളിലായി മേഘവിസ്ഫോടനവും മണ്ണിടിച്ചിലും ഉണ്ടായത്. രാജ്ബാഗിലെ ജോദ്ഘാട്ടി ഗ്രാമത്തിലാണ് മേഘവിസ്ഫോടനമുണ്ടായത്. ഇത് ഗ്രാമത്തിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെടുത്തി. മേഘവിസ്ഫോടനത്തിൽ ജോദ്ഘാട്ടിയിൽ 5 പേർ മരിച്ചു. ജംഗ്ലോട്ട് പ്രദേശത്ത് മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിലും 2 പേർ മരിച്ചു. പ്രാദേശിക സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം ചേർന്ന് പോലീസിന്റെയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും സംയുക്ത സംഘം അപകടസ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ സഹായത്തിന് പുറമെ മരിച്ചവരുടെ
മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായധനം ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രഖ്യാപിച്ചു. കത്വ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ബഗാഡ്, ചാങ്ദ ഗ്രാമങ്ങളിലും ലഖൻപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ദിൽവാൻ, ഹത്ലിയിലും മണ്ണിടിച്ചിലുണ്ടായെങ്കിലും വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കനത്ത മഴയെ തുടർന്ന് മിക്ക ജലാശയങ്ങളിലും ജലനിരപ്പ് കുത്തനെ ഉയർന്നിട്ടുണ്ടെന്നും ഉജ് നദി അപകടകരമായ വിധത്തിലാണ് ഒഴുകുന്നതെന്നും അധികൃതർ പറഞ്ഞു. ജില്ലാ ഭരണകൂടം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. സുരക്ഷയ്ക്കായി ജലാശയങ്ങളിൽ നിന്ന് ആളുകൾ വിട്ടുനിൽക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഹിമാചലിലെ മണ്ഡി ജില്ലയിൽ ഞായറാഴ്ചയുണ്ടായ ഒന്നിലധികം മിന്നൽ പ്രളയങ്ങളിൽ ചണ്ഡീഗഡ് മണാലി ദേശീയപാതയിലെ മണ്ഡി കുളു പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പനാർസ, ടക്കോളി, നഗ്വെയിൻ എന്നിവിടങ്ങളിലാണ് പ്രളയമുണ്ടായത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ശബരിമല നീലിമല പരമ്പരാഗത പാതയിൽ ഭക്തർ തെന്നി വീഴുന്നത് പതിവാകുന്നു. അശാസ്ത്രീയമായി പാകിയ കരിങ്കൽ പാളികളിൽ കനത്ത മഴയെ തുടർന്ന് വഴുക്കൽ കൂടുതലായതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. നീലിമല പാതയ്ക്ക് പകരം സ്വാമി അയ്യപ്പൻ റോഡിലേക്ക് ഭക്തരെ വഴിതിരിച്ചുവിടാൻ ആവശ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥരുമില്ല. വ്യാപകമായി കരിങ്കൽ പാളികൾ പാകിയതാണ് നീലിമല പരമ്പരാഗത പാത. കഴിഞ്ഞ 2 മാസപൂജാ നാളുകളിലും ധാരാളം ഭക്തരാണ് ഈ പാതയിൽ തെന്നി വീണത്. മഴ കനക്കുമ്പോൾ നീലിമല പാതയിലൂടെ ഭക്തർക്ക് സഞ്ചാരം തീർത്തും ദുർഘടമാവുകയാണ്. ഭക്തർ വീണ് പരിക്കേൽക്കുമ്പോൾ നീലിമല പരമ്പരാഗത പാത അടയ്ക്കാറാണ് പതിവ്. ഇത്തവണയും ഈ പാത അടച്ചു. സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് ശനിയാഴ്ച ഭക്തരെ കടത്തിവിട്ടത്. എന്നാൽ ഞായറാഴ്ച തിരക്ക് വർദ്ധിച്ചപ്പോൾ കൂടുതൽ ഭക്തരും നീലിമല പരമ്പരാഗത പാത വഴി മല കയറുകയും ഇറങ്ങുകയും ചെയ്തു. ഭക്തരെ സ്വാമി അയ്യപ്പൻ റോഡിലേക്ക് വഴിതിരിച്ചുവിടാൻ ആവശ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ പ്രസാദം ഫണ്ടിലൂടെ 12 കോടി രൂപ ചെലവിലാണ് നീലിമല പരമ്പരാഗത പാതയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കരിങ്കൽ പാളികൾ പാകിയത്. അശാസ്ത്രീയമായ പ്രവൃത്തിയാണെന്ന് നിർമ്മാണ സമയത്ത് തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്ന് വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ ഈ വിമർശനങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് ദേവസ്വം ബോർഡ് കരിങ്കൽ പാളികൾ പാകി പരമ്പരാഗത പാത പുനർനിർമ്മിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട.